സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിച്ചതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടപെടുന്നു. എത്രയും പെട്ടെന്ന് നീക്കാൻ ഫ്ലക്സ് വെച്ചവരോട് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. 1 മണിക്കൂർ സമയം വേണമെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മറുപടി നൽകി. സംഘടനാ ഫ്ലക്സുകൾ നീക്കിയില്ലെങ്കിൽ കോർപ്പറേഷൻ നേരിട്ട് നീക്കുമെന്നും അറിയിച്ചു. ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, അങ്ങനെ കോർപ്പറേഷൻ ഇടപെട്ടിരിക്കുന്നു, പെട്ടെന്ന് തന്നെ നീക്കാൻ നിർദ്ദേശം. 1 മണിക്കൂർ സമയമാണല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അത് തന്നെയാണ് ശ്രുതി. സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിലല്ല, അനക്സിന് മുന്നിലുള്ളത് ചെറിയ ഫ്ലക്സ് ആണ്. അത് മുഖ്യമന്ത്രിയുടെയും ആർ ബിന്ദുവിൻ്റെയും പടമുള്ള കോൺക്ലേവിൻ്റെതാണ്. ഇത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ എംപ്ലോയീസ് അസോസിയേഷൻ, ഭരണാനുകൂല സംഘടന സ്ഥാപിച്ച ഈ ഫ്ലക്സ് നീക്കാനുള്ള നടപടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകം തന്നെ കോർപ്പറേഷൻ അധികൃതർ എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ ബന്ധപ്പെട്ടു. ഉടനടി ഫ്ലക്സ് നീക്കണമെന്ന നിർദ്ദേശം കൊടുത്തു. 1 മണിക്കൂർ സമയം കാത്തിരിക്കും എന്നതാണ് കോർപ്പറേഷൻ കൊടുത്ത നിർദ്ദേശമായി അറിയുന്നത്. 1 മണിക്കൂറിനകം സംഘടന അത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ കോർപ്പറേഷൻ നേരിട്ട് മാറ്റാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. കോർപ്പറേഷന് മുന്നിലുള്ള ഇപ്പോഴുള്ള ഒരു തടസ്സം, ഇന്ന് തിരുവനന്തപുരത്ത് പൊങ്കലായതിനാൽ പ്രാദേശിക അവധിയാണ്. സാധാരണ എല്ലാ ദിവസങ്ങളിലും ഫ്ലക്സ് എടുത്തു മാറ്റുന്നതിന് വേണ്ടി സ്ക്വാഡുകൾ പോകുന്നുണ്ട് പല ഭാഗങ്ങളിലും. പക്ഷേ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ സ്ക്വാഡ് പോയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വൈകുന്നത്. ഇങ്ങനെ ഈ അവധിയുള്ള ദിവസം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കും എന്ന കാര്യം കോർപ്പറേഷൻ അധികൃതർ അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും കോർപ്പറേഷൻ ഇടപെട്ട് തുടങ്ങി. ഈ ഫ്ലക്സ് എന്തായാലും നാളെ വരെ ഇവിടെ ഉണ്ടാവില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. സംഘടനാ നേതൃത്വത്തെ കൊണ്ട് തന്നെ എടുത്തു മാറ്റാനുള്ള ശ്രമമാണ് കോർപ്പറേഷൻ നടത്തുന്നത്. അത് നടന്നില്ലെങ്കിൽ ഉറപ്പായും കോർപ്പറേഷൻ നേരിട്ട് ഇത് എടുത്തു മാറ്റും. അതിനുള്ള ജീവനക്കാർ ഇതിനകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ലോറി വരണം, ഇനിയിപ്പോൾ ഇത് എടുത്തു മാറ്റാനുള്ള മറ്റ് സാമഗ്രികൾ ഉണ്ടാകണം. എന്തായാലും ഫ്ലക്സ് മാറ്റാനുള്ള നടപടിയിലേക്ക് കോർപ്പറേഷൻ കടക്കും. കാരണം അതിശക്തമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഘട്ടത്തിലാണ് ഇത്ര വലിയ ഒരു ഫ്ലക്സ് ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ, അതും മുഖ്യമന്ത്രിയുടെ പടം വെച്ചുള്ള ഫ്ലക്സ് സ്ഥാപിച്ചത് എന്നുള്ളത് കോർപ്പറേഷൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ശ്രുതി, ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും അത് അവഗണിച്ചായിരുന്നു കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചത്. എന്തായാലും ഇപ്പോൾ കോർപ്പറേഷൻ ഇടപെട്ടു. എത്രയും പെട്ടെന്ന് നീക്കാൻ തന്നെയാണ് ഫ്ലക്സ് വെച്ചവരോട് കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1 മണിക്കൂറാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.